വെൽക്കം ടു എൻ സ്കൂൾ ക്ലാസ്സസ്. മൈ നെയിം ഇസ് ഷിജിൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് എക്കണോമിക്സിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ഇക്കോണമിയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ റോഡ്, റെയിൽവേ, മറ്റുള്ള കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, ഡാമുകൾ, ബ്രിഡ്ജസ്, ബേസിക് സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, ഹോസ്പിറ്റൽസ്, സ്കൂൾസുകൾ, ഇതെല്ലാം കൂടി ചേർന്നാണ് എന്ത് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടത് ആ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനമാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിന് ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം. അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചറിന് എന്തെല്ലാം പ്രാധാന്യങ്ങളാണ് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എന്താണ്, അതിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. റോഡുകൾ ഉൾപ്പെടുന്നുണ്ട്, റെയിൽവേസ്, പോർട്ടുകൾ, എയർപോർട്ടുകൾ, ഡാമുകൾ, അതുപോലെ തന്നെ പവർ സ്റ്റേഷൻസ്, മറ്റ് സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, കോളേജുകൾ, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിന് വളരെ പ്രാധാന്യം ഓരോ ഇക്കോണമിക്കകത്തുണ്ട്. കാരണം ഒരു ഇക്കോണമിയുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ, മറ്റൊന്ന് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ, മറ്റൊന്ന് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. ഇതാണ് അതിൻ്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എനർജി, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏതിനകത്ത് വരുന്നത്? നമ്മുടെ ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് വരുന്നത്. അപ്പോൾ എനർജി, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, ഇതെല്ലാം ഏതിനകത്താണ് വരുന്നത്? നമ്മുടെ ഇക്കണോമിക് കാറ്റഗറിക്കകത്താണ് വരുന്നത്. ഇനി സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാലോ, നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട, ഹെൽത്തുമായി ബന്ധപ്പെട്ട, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ സ്കൂളുകൾ, കോളേജസ്, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വരും. ഹെൽത്തുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. ദെൻ ഹൗസിങ്, വീട് നിർമ്മാണം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ പ്രധാനമായിട്ടും നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒന്ന് ഇക്കണോമിക്, രണ്ട് സോഷ്യൽ. ഇനി നമ്മൾ പറഞ്ഞു, ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം നമുക്ക് റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രാജ്യങ്ങളുമായിട്ട് കച്ചവടം നടത്താനോ, അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ നടത്താനും മാർക്കറ്റിലേക്ക് സാധനങ്ങൾ എത്തിക്കാനൊക്കെ സഹായിക്കാൻ എന്ത് വേണം? നമുക്ക് റോഡുകൾ വേണം, ഇലക്ട്രിസിറ്റി വേണം. ഇതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് എന്ത് വേണം? ഇൻഫ്രാസ്ട്രക്ചർ വേണം. ആ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമുക്ക് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കും, എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ആളുകളുടെ ക്വാളിറ്റി, എഫിഷ്യൻസി, പ്രൊഡക്ടിവിറ്റി, ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് ആര് വഹിക്കുന്നുണ്ട്? ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വഹിക്കുന്നുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ വന്നൊരു ചോദ്യമാണ്. എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 കാറ്റഗറീസ്. ഇൻഫ്രാസ്ട്രക്ചറിനെ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ് ആ രണ്ട് പ്രധാനപ്പെട്ട കാറ്റഗറീസ്? നമ്മളിപ്പോൾ പറഞ്ഞതുള്ളൂ. എന്താണ് ഇതിനകത്ത് തന്നെ അതുണ്ട്. ഏതൊക്കെയാണ്? സോഷ്യൽ ആൻഡ് ഇക്കണോമിക്, അല്ലേ? പലതും തന്നിട്ടുണ്ടോ? പ്രൈമറി, സെക്കൻഡറി, കൊമേഴ്ഷ്യൽ, സോഷ്യൽ, സർവീസ് ആൻഡ് ഇൻഡസ്ട്രി, സോഷ്യൽ ആൻഡ് ഇക്കണോമിക്, ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വയ്ക്കുക. എന്താണ്, ഏതാണ് ആ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ? ദാറ്റ് ഈസ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക്. അതാണ് ബേസിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂസ്? ഇപ്പോൾ 2011 സെൻസസ് ഡേറ്റയാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ 2011 സെൻസസ് ഡേറ്റ പ്രകാരം പറയുന്നത് ഇന്ത്യയിൽ 56% ഹൗസ് ഹോൾഡ്സിന് മാത്രമേ ഇലക്ട്രിസിറ്റി സൗകര്യങ്ങളുള്ളൂ, അല്ലെങ്കിൽ അത്രയും വീടുകൾ മാത്രമേ ഇലക്ട്രിഫൈ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടില്ല? ഇലക്ട്രിഫൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 43 അല്ലെങ്കിൽ 44% ആളുകൾ ഇപ്പോഴും സാധാരണ മണ്ണെണ്ണ വിളക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരുടെ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബയോഫ്യൂവൽസ് ആണ്. കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ റൂറൽ ഏരിയയിലെ ആളുകൾ 85% ആളുകൾ എന്താണ് ഉപയോഗിക്കുന്നത്? ബയോഫ്യൂവൽസ് ആണ് ഉപയോഗിക്കുന്നത്.
അതായത് അവർക്ക് പിന്നെ LPG കണക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഇതാണ്. അതുപോലെ തന്നെ ടാപ്പ് വാട്ടർ അവൈലബിലിറ്റി, അതായത് നമ്മുടെ വാട്ടർ അവൈലബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. 31%. റൂറൽ ഏരിയയിൽ വെറും 31% ആളുകൾക്കിടയിൽ മാത്രമേ എന്തുള്ളൂ, വാട്ടർ ടാപ്പിൽ വെള്ളം കിട്ടുന്ന സൗകര്യങ്ങളുള്ളൂ. അത് മറ്റൊരു പ്രധാനപ്പെട്ട അലാമിംഗ് റിപ്പോർട്ടാണ്. അതൊക്കെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് കാണിക്കുന്നത്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് 69% ഓഫ് ദി പോപ്പുലേഷൻ ഡ്രിങ്ക്സ് വാട്ടർ ഫ്രം ഓപ്പൺ സോഴ്സസ്. അതായത് പിന്നെ കിണറുകളിൽ നിന്ന്, ടാങ്കുകളിൽ നിന്ന്, പിന്നെ കുളങ്ങളിൽ നിന്ന്, മറ്റുള്ള കായലുകളിൽ നിന്ന്, റിവറുകളിൽ നിന്ന്, ഇവരിൽ നിന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, 69% ആളുകൾ എന്ത് ചെയ്യുന്നത്, കുടിവെള്ളം കണ്ടെത്തുന്നത്. മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത് സാനിറ്റേഷൻ ഫെസിലിറ്റീസ് വളരെ കുറവാണ്. വെറും 30%, റൂറൽ ഏരിയയിൽ താമസിക്കുന്ന വെറും 30% ആളുകൾക്ക് മാത്രമാണ് എന്തുള്ളത്, സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഉള്ളത്, ശുചീകരണവുമായി ബന്ധപ്പെട്ട ടോയ്ലറ്റ്സ് സൗകര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സ്വച്ഛ ഭാരത് അഭിയാൻ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നത്. ഓപ്പൺ ഡെഫെക്കേഷൻ ഫ്രീ ആയിട്ട് കൂടുതൽ ടോയ്ലറ്റുകൾ നിർമ്മിക്കുക, അതിനാവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടുകളൊക്കെ നൽകാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് സ്വച്ഛ ഭാരത് അഭിയാൻ പോലുള്ള സ്കീമുകൾ കൊണ്ടുവന്നത്. അതാണ് ഈ സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. മറ്റൊന്ന് നമ്മൾ നോക്കുന്നത് എനർജിയാണ്. അപ്പോൾ എനർജി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പ്രൊഡക്ഷൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് എനർജിയാണ്. അപ്പോൾ എനർജി ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ, അല്ലേ? അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെയൊക്കെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എനർജിയാണ്. അപ്പോൾ എനർജി ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രൊഡക്ഷൻ നടത്താൻ കഴിയില്ല. അഗ്രികൾച്ചർ മേഖല ആയിക്കോട്ടെ, നമ്മുടെ പിന്നെ ഇൻഡസ്ട്രിയൽ സെക്ടർ ആയിക്കോട്ടെ, ഇതിനകത്തൊന്നും നമുക്ക് ഈ എനർജി ഇല്ല എങ്കിൽ പ്രൊഡക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ എനർജി എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പണൻ്റാണ് എനർജി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇത് എക്കണോമിക് കാറ്റഗറിയിനകത്താണ് എന്ത് വരുന്നത്, എനർജി വരുന്നത്. ഇനി എനർജിയുടെ സോഴ്സസിനെ നമ്മൾ പ്രധാനമായിട്ടും എത്രയായി തരംതിരിക്കുന്നു, 2ആയി തരംതിരിക്കുന്നു. ഒന്ന് കൊമേഴ്ഷ്യൽ, മറ്റൊന്ന് നോൺ കൊമേഴ്ഷ്യൽ. കൊമേഴ്ഷ്യൽ സോഴ്സസ് ഓഫ് എനർജിയും നോൺ കൊമേഴ്ഷ്യൽ സോഴ്സസ് ഓഫ് എനർജി, ഇങ്ങനെ 2 രീതിയിലുള്ള എനർജിയാണ് നമുക്കുള്ളത്. അതിൽ കൊമേഴ്ഷ്യൽ സോഴ്സസ് ഓഫ് എനർജിക്കകത്ത് വരുന്നതാണ് നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള എനർജി. ഏതൊക്കെയാണത്? കോള്, പെട്രോളിയം, ദെൻ ഇലക്ട്രിസിറ്റി, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് കൊമേഴ്ഷ്യൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. മറ്റൊന്ന് നോൺ കൊമേഴ്ഷ്യൽ സോഴ്സസ് ഓഫ് എനർജി, നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിലല്ലാതെ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? ഫയർവുഡ്, അഗ്രികൾച്ചറൽ വേസ്റ്റ്, ഡ്രൈഡ് കൗ ഡങ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള നോൺ കൊമേഴ്ഷ്യൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഇനി കൊമേഴ്ഷ്യൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നത് സാധാരണയായിട്ട് അത് എക്സോസ്റ്റിബിളാണ്. നമ്മൾ പറയുന്നത് തീർന്നു പോകുന്നത്, നോൺ റിന്യൂവബിൾ ആണെന്ന് പറയും. പെട്ടെന്ന് എന്താ പറയുക, പിന്നെ തീർന്നു പോകുന്നത്, നശിച്ചു പോകുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം നമുക്കത് വീണ്ടും പിന്നെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അത് എക്സോസ്റ്റിബിൾ എന്ന് പറയുന്നത്. ഇനി നോൺ കൊമേഴ്ഷ്യൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ ആണ്. നമുക്ക് വീണ്ടും പുനരുപയോഗം ചെയ്യാൻ കഴിയുന്നത്, വീണ്ടും എത്ര എടുത്തു കഴിഞ്ഞാലും അത് തീരില്ല, നമുക്കത് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പിന്നെ എനർജി നമ്മൾ പറയുന്നതാണത് റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യൽ ആൻഡ് നോൺ കൊമേഴ്ഷ്യൽ സോഴ്സസ് ഓഫ് എനർജിയാണ്. അതിനെ തന്നെ നമുക്ക് എങ്ങനെയും പറയാം, റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി ആൻഡ് നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി എന്ന രീതിയിൽ നമുക്കതിനെ കൺവേർട്ട് ചെയ്ത് പറയാം. ദെൻ മറ്റൊന്നാണ് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യലും നോൺ കൊമേഴ്ഷ്യൽ സോഴ്സസ് ഓഫ് എനർജിയെ നമ്മൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്ന പേരാണ് കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി. ഇതിനൊക്കെയാണ് കൊമേഴ്ഷ്യൽ ആൻഡ് നോൺ കൊമേഴ്ഷ്യൽ സോഴ്സസ് ഓഫ് എനർജിയെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ പറയുന്ന പേരാണിത് കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. പിന്നെ നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി, ഇതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് എന്ത് പറയുക, നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് കൺവെൻഷനായിട്ട് ഉപയോഗിക്കുന്ന എനർജി എന്നുള്ള അർത്ഥത്തിലാണ് കൊമേഴ്ഷ്യൽ എനർജിയും നോൺ കൊമേഴ്ഷ്യൽ എനർജിയും എന്തിൻ്റെ ഭാഗമായിട്ട് വന്നത്, കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജിയുടെ ഭാഗമായിട്ട് വന്നത്. ഈ നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഏതാണ്? സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി, ഇതിനൊക്കെയാണ് നമ്മളെന്ത് പറയാം, നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. കൺസംഷൻ പാറ്റേൺ ഓഫ് കൊമേഴ്ഷ്യൽ എനർജി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പെട്രോളിയം പോലുള്ള ഉൽപ്പന്നങ്ങളുടെ കൺസംഷൻ എത്രത്തോളമാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഈസ് കൺസംഷൻ പാറ്റേൺ ഓഫ് കൊമേഴ്ഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ കൺസ്യൂം ചെയ്യുന്നതിൽ ഏകദേശം 74% എന്താണ്, ടോട്ടൽ എനർജിയുടെ 74% ഈ കൊമേഴ്ഷ്യൽ സോഴ്സസ് ഓഫ് എനർജിയാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതിൽ തന്നെ 74% എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കോളാണ്. കോൾ ആൻഡ്
ലിഗ്നൈറ്റ്. ഇതാണ് നമ്മൾ ഈ കൊമേഴ്ഷ്യൽ സോഴ്സസ് ഓഫ് എനർജിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? കോൾ ആൻഡ് ലിഗ്നൈറ്റ്. ഇത് രണ്ടുമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ 10% ഓയിലാണ് വരുന്നത്, 10% ഓയിലാണ് വരുന്നത്. അതിനുശേഷം നാച്ചുറൽ ഗ്യാസ് 9%, ഹൈഡ്രോ ആൻഡ് അതർ ന്യൂ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി 7%. ഇങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ ഡിസ്ട്രിബ്യൂഷനുള്ള കൊമേഴ്ഷ്യൽ സോഴ്സസ് ഓഫ് എനർജി എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളത്. ഇനി നോൺ കൊമേഴ്ഷ്യൽ സോഴ്സസ് ഓഫ് എനർജി നമ്മൾ എത്രയാണ് ഉപയോഗിക്കുന്നത്? 26% ആണ്. നോൺ കൊമേഴ്ഷ്യൽ സോഴ്സസ് ഓഫ് എനർജി നമ്മൾ ഉപയോഗിക്കുന്നത് വെറും 26% മാത്രമാണ്. ഇതാണ് കൺസംഷൻ പാറ്റേൺ ഓഫ് എനർജി എന്ന് പറയുന്നത്. ഇനി നമ്മൾ കൂടുതലായിട്ട് ഏതിലേക്ക് വന്നിട്ടുണ്ട്? ഈ ഇലക്ട്രിസിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. പവർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ആളുകളിപ്പോൾ സോളാർ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജിയൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ ഗവൺമെൻറ് വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇത് നമ്മൾ പറഞ്ഞത് ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗമാണ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനമാണ് ആ രാജ്യത്തെ ഇലക്ട്രിസിറ്റി, പവർ എന്നൊക്കെ പറയുന്നത്. ഇനി സം ചാലഞ്ചസ് ഇൻ ദ പവർ സെക്ടർ. ഇന്ത്യയിലെ പവർ സെക്ടറുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? വാട്ട് ആർ ദി ചലഞ്ചസ് റിലേറ്റഡ് ടു ദി പവർ സെക്ടർ എന്ന് പറയുന്നത്? ഒന്ന്, നമ്മുടെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി വളരെ കുറവാണ് എന്നതാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള പവർ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇല്ല എന്നതാണ് ഒന്നാമത്തെ. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി വളരെ കുറവാണ് എന്നതാണ് ഒന്നാമത്തെ. രണ്ട്, നമ്മുടെ സംസ്ഥാനങ്ങൾക്കിടയിലുള്ള അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലുള്ള ഈ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ്, ഇലക്ട്രിസിറ്റി ബോർഡുകളൊക്കെ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള നഷ്ടം അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഇവർ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി നഷ്ടമാവുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഗെയിനൊന്നും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ റോങ് പ്രൈസിംഗ് ഒക്കെ ആയതുകൊണ്ട് വലിയ നഷ്ടങ്ങൾ ഇവിടെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുകൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, പിന്നെ പ്രൈവറ്റ് മേഖലകളിലേക്ക് ഇപ്പോൾ നമ്മൾ ഒരുപാട് സെക്ടറിനെ പ്രൈവറ്റൈസ് ചെയ്യുന്നുണ്ട്, സ്വകാര്യവൽക്കരിക്കുന്നുണ്ട്. അപ്പോൾ സ്വകാര്യവൽക്കരണം ഇതിൽ വലിയ രീതിയിൽ നടന്നിട്ടില്ല. അങ്ങനെ സ്വകാര്യവൽക്കരണം നടത്തിയാൽ മാത്രമേ നമുക്ക് വലിയ രീതിയിൽ എന്തുണ്ടാവുകയുള്ളൂ? ഈ പവർ സെക്ടറിനകത്ത് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിലുള്ള പ്രശ്നമാണ്. ജനങ്ങൾക്കിടയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ കറണ്ട് ബില്ല് ഈടാക്കി കഴിഞ്ഞാൽ ആളുകൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ വരും. അതാണ് മറ്റൊരു പ്രശ്നം. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇലക്ട്രിസിറ്റി ബില്ല് ഹൈക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ മറ്റൊന്ന്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പവറിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് തെർമൽ പവറാണ്. ആ തെർമൽ പവറിൻ്റെ റോ മെറ്റീരിയൽസ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ റോ മെറ്റീരിയൽസ് കുറവായതുകൊണ്ട്, അതിൻ്റെ ഷോർട്ടേജ് ആയതുകൊണ്ട് നമുക്ക് വേണ്ടത്ര രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? പവർ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല. സോ അതാണ് നമ്മുടെ എനർജിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇതിൻ്റെമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിലെ എനർജി സെക്ടറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊന്നാണ് ഹെൽത്ത് സെക്ടർ. ഹെൽത്ത് സെക്ടറിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് നടത്തിയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്നുള്ള ഭാഗം ഡിസ്കസ് ചെയ്ത സമയത്ത്. അപ്പോൾ ഇവിടെ ഹെൽത്ത് സെക്ടറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നമുക്ക് ആവശ്യമാണ്. ഹോസ്പിറ്റൽസുകൾ ആവശ്യമാണ്, ഡോക്ടേഴ്സ് ആവശ്യമാണ്, നേഴ്സസ്, പാരാമെഡിക്കൽ പ്രൊഫഷണൽസ്, ബെഡ്സ്, എക്യുപ്മെൻറ്റ്സ് ഇതെല്ലാം ആവശ്യമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഹെൽത്ത് സെക്ടറിന് ഒരു രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ വളരെ അത്യാവശ്യമാണ്. പ്രൈവറ്റ് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, പ്രൈവറ്റ് മേഖലയിലും പബ്ലിക് മേഖലയിലും എന്തുണ്ട്? ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ട്. അതിൽ നമ്മൾ പ്രൈവറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ മൊത്തം ഇൻഫ്രാസ്ട്രക്ചറിൽ 70% ഇൻഫ്രാസ്ട്രക്ചറും അല്ലെങ്കിൽ പിന്നെ സ്ഥാപനങ്ങളൊക്കെ റൺ ചെയ്യുന്ന ആരാണ്? പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ആണ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ്. അവരാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയിലുള്ള 2/5, 2% 2 ബെഡ്സുകളും അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏകദേശം ഇന്ത്യയിലെ ഡിസ്പെൻസറികളിൽ 60% ഡിസ്പെൻസറികൾ റൺ ചെയ്യുന്നതും ഇതേ പ്രൈവറ്റ് സെക്ടർ എൻറ്റിറ്റീസാണ്. അപ്പോൾ ഇവിടെ അവർ ഈ പ്രൈവറ്റ് സെക്ടറാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹെൽത്ത് കെയർ സെക്ടർ രംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന പിന്നെ മേഖല എന്ന് പറയുന്നത്. പബ്ലിക് സെക്ടർ വളരെ പുറകിലാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏകദേശം OP പേഷ്യൻസ്, ഔട്ട് പേഷ്യൻസിന് 80% OP പേഷ്യൻസിന് ചികിത്സ നൽകുന്ന ആരാണ്? പ്രൈവറ്റ് സെക്ടറാണ്. അതേപോലെ തന്നെ IP പേഷ്യൻസ്, ഇൻപേഷ്യൻസ് നമ്മൾ പറയും കിടത്തി ചികിത്സിക്കുക എന്ന് പറയും, അഡ്മിറ്റഡ് കേസസിൽ വെറും 46. അതിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പബ്ലിക് ഹോസ്പിറ്റൽസ് കുറച്ചും കൂടി മുന്നിലുള്ളത്. കാരണം ഏകദേശം ഇവിടെ നോക്കുമ്പോൾ 54% ആളുകൾ ഇപ്പോഴും പിന്നെ നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ബെഡ് റിട്ടേൺ ആയിട്ടുള്ള ആളുകളൊക്കെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മുടെ പബ്ലിക് സെക്ടറിനെയാണെന്ന് കാണാം. അപ്പോൾ ഏറ്റവും വലിയ ഒരു റോള് ആർക്കുണ്ട്? ഈ ഒരു ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈവറ്റ് സെക്ടറിനുണ്ട് എന്ന് മനസ്സിലാക്കാം.
ഇനി ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനകത്ത് ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, ഉൾപ്പെടാത്തത് ഏത് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇന്ത്യൻ മെഡിസിൻ സിസ്റ്റത്തിനകത്ത് ISM എന്ന് പറയും, ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ. ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനകത്ത് പ്രധാനമായിട്ടും 6 സിസ്റ്റംസ് ആണ് വരുന്നത്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് 6 സിസ്റ്റംസ് ഏതൊക്കെയാണ്? ആയുർവേദ 1, 2 യോഗ, 3 യുനാനി, സിദ്ധ, നാച്ചുറോപ്പതി ആൻഡ് ഹോമിയോപ്പതി. ഓക്കെ, നാച്ചുറോപ്പതി ആൻഡ് ഹോമിയോപ്പതി. ഇതാണ് എന്ത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. നിങ്ങളതൊന്ന് ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി, എളുപ്പത്തിന് മനസ്സിലാവും. ആയുഷ് എന്ന് ആലോചിച്ച് വയ്ക്കാൻ മതി. ഓക്കെ, ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, നാച്ചുറോപ്പതി ആൻഡ് ഹോമിയോപ്പതി. സോ ആയുഷ് എന്നുള്ള ഷോർട്ട് ഫോമിൽ നിങ്ങളത് പഠിച്ചു വെച്ചാൽ മതി. അതിനെന്ത് പറയുക? ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. ഇത്ര രീതിയിലുള്ള ചികിത്സകളാണ് ഇന്ത്യയിൽ നൽകിക്കൊണ്ടുവരുന്നത്. അതാണ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ അഥവാ ISM എന്ന് പറയുന്നത്. ഇനി ക്രിട്ടിക്കൽ അപ്രൈസലാണ്. നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ക്രിട്ടിക്കൽ അപ്രൈസൽ, അതിൽ ക്രിട്ടിക്കൽ അപ്രൈസൽ നോക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് വളരെ മോശമാണ്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി മോശമാണ്, ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി ശിശു മരണനിരക്ക് കൂടുതലാണ്, മാതൃമരണ നിരക്ക് കൂടുതലാണ്. അതൊക്കെയാണ് നമ്മളെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഹെൽത്തിനെ സൂചിപ്പിക്കുന്ന ചില സൂചകങ്ങൾ. അത് വളരെ മോശമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ രംഗത്ത് ഹെൽത്ത് സെക്ടറിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കുറവാണ് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അതാണ് പുവർ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. 2, കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഇത് വളരെ കൂടുതലാണ്. പല രീതിയിലുള്ള അസുഖങ്ങളും എവിടെ പടർന്നു പിടിക്കുന്നുണ്ട്? നമ്മുടെ ഇന്ത്യക്കകത്ത് പടർന്നു പിടിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഒരു വീക്ക്നെസ്സിനെയാണ് അത് കാണിക്കുന്നത്. മറ്റൊന്ന് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ കുറഞ്ഞു വരുന്നുണ്ട്. മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഹെൽത്ത് എക്സ്പെൻഡിച്ചറും എഡ്യൂക്കേഷൻ എക്സ്പെൻഡിച്ചറും ഇയർ ബൈ ഇയർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ എന്താണ്? വളരെ കുറവാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ക്രിറ്റിസിസം പറയുന്നത്. ദെൻ മറ്റൊന്ന് പറയുന്നത് ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസസ്. വലിയ രീതിയിലുള്ള ഡിസീസസ്, അതായത് നമുക്ക് വലിയ രോഗം വന്ന് നമ്മൾ കിടപ്പിലായി പോവുക, അങ്ങനെ കിടപ്പിലായിട്ട് നമ്മൾ മരിച്ചു പോവുക, അങ്ങനെ ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നുള്ളതാണ് പറയുന്നത്. അത് വലിയ രീതിയിൽ പേടിപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസസ് എന്ന് പറയുന്നത്. ഇത് വലിയ രീതിയിൽ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്പർ ഓഫ് പീപ്പിൾ ഡൈയിങ് പ്രീമച്വർലി ഡ്യൂ ടു എ പർട്ടിക്കുലർ ഡിസീസ്. ഒരു പ്രത്യേക രോഗം വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് മരിച്ചു പോകുന്ന ഒരു സാഹചര്യം. അതിനെയാണ് എന്ത് പറയുക? ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസസ് എന്ന് പറയുന്നത്. അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി വരിക, ഈ ഒരു രോഗം വന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് വരിക എന്ന് പറയുമ്പോൾ നമ്മളൊരു ഭാഗം കുഴഞ്ഞു പോകുക, അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടുക, കേൾവിശക്തി നഷ്ടപ്പെടുക, സംസാരശേഷി നഷ്ടപ്പെടുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക? ഡിസബിലിറ്റി എന്ന് പറയുക. അപ്പോൾ ഒരു രോഗം വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസബിലിറ്റിയിൽ കഴിയുന്ന എത്ര വർഷങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ എത്ര പെട്ടെന്നാണ് മരിച്ചു പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് പറയുക? ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസിനകത്ത് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിൽ റൂറൽ ഏരിയ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ പോപ്പുലേഷനൊക്കെ ഉള്ളത് എവിടെയാണ്? റൂറൽ ഏരിയയിലാണെന്ന് പറഞ്ഞു അല്ലേ? ഇന്ത്യയിൽ ടോട്ടൽ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ 70% പോപ്പുലേഷൻ എവിടെയാണ്? റൂറൽ ഏരിയ എന്ന് പറഞ്ഞു. പക്ഷേ റൂറൽ ഏരിയയിൽ ആവശ്യത്തിനുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത് അല്ലേ? അത് മൊത്തം 5 ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അതിൽ ഒരു ഹോസ്പിറ്റൽ മാത്രമാണ് ഇവിടെ ഉള്ളത് റൂറൽ ഏരിയയിലുള്ളത്. അപ്പോൾ റൂറൽ ഏരിയയിൽ ഹോസ്പിറ്റലിൻ്റെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡിസ്പെൻസറീസിൻ്റെ എണ്ണവും വളരെ കുറവാണ്. അപ്പോൾ റൂറൽ ഏരിയയിൽ ആവശ്യത്തിനുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ക്രിറ്റിസിസമായിട്ട് പറയാനുള്ളത്. മറ്റൊന്ന് ടോട്ടൽ നമ്മുടെ ബെഡുകൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മൊത്തം ഹോസ്പിറ്റൽസിൻ്റെ ബെഡുകളുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര വരും? 7.13 ലക്ഷം ബെഡുകൾ വരും. ഓക്കെ, അതിൽ റൂറൽ ഏരിയയിൽ വെറും 30% ബെഡുകൾ മാത്രമാണ് അവൈലബിൾ ആകുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാത്രമാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. 7.13 ലക്ഷം ബെഡുകളാണ് ഇന്ത്യയിലെ ഓവറോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ മാത്രമായിട്ടുള്ളത്. അതിൽ വെറും 30% ബെഡുകൾ മാത്രമേ എവിടെ അവൈലബിൾ ആവുന്നുള്ളൂ? റൂറൽ ഏരിയയിൽ അവൈലബിൾ ആവുന്നുള്ളൂ. അപ്പോൾ റൂറൽ ഏരിയയിൽ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള മെഡിക്കൽ സപ്പോർട്ടുകൾ അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുള്ളതാണ് ഇത്തരം ഡേറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ അവർക്ക് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകളില്ല. സാധാരണ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ പോലുള്ള ഹോസ്പിറ്റലുകൾ മാത്രമേ ഉള്ളൂ. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊന്നും എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നില്ല? ഈ പറയുന്ന
റൂറൽ ഏരിയയിൽ ലൊക്കേറ്റ് ചെയ്യുന്നില്ല. അതൊക്കെ പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. മറ്റൊന്ന് വുമൺ ഹെൽത്തുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അവർ ഇന്ത്യയിലെ പോപ്പുലേഷൻ്റെ ഏകദേശം പകുതിയോളം വരുന്ന ആളുകളാണ് വുമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് പിന്നെ ഈ മെൻസിന് കിട്ടുന്ന അത്രത്തോളം ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൂടി ആർക്ക് ലഭിക്കുന്നില്ല, ഈ പറയുന്ന സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല. ഒരു എഡ്യൂക്കേഷൻ രംഗത്തും ഹെൽത്ത് രംഗത്തും ഒരു പുറകിലാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പിന്നെ ക്രിറ്റിസിസമായിട്ട് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ലിസ്റ്റ് 1, ലിസ്റ്റ് 2 ഇത് മാച്ച് ചെയ്യാനുള്ള ചോദ്യങ്ങളാണ്. കൂടുതൽ ചോദ്യങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് 1, ലിസ്റ്റ് 2 മാച്ച് ചെയ്യാനുള്ളതുണ്ടാവും. അതുപോലെ തന്നെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാവും. പെട്ടെന്ന് 1 വേർഡിൽ ആൻസർ നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുണ്ടാവും. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ലിസ്റ്റ് 1, ലിസ്റ്റ് 2 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അതെങ്ങനെ മാച്ച് ചെയ്യാന്നുള്ളത്. ഇതിൽ ലിസ്റ്റ് 1 കൊടുത്തിരിക്കുന്നത് എന്താണ്? ക്രിയേഷൻ ഓഫ് ഫിസിക്കൽ ക്യാപിറ്റൽ, ഓൺ ദ ജോബ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ, ഹ്യൂമൻ ക്യാപിറ്റൽ. ചിലതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടാവും. പക്ഷേ അത് മിക്സ് ആയതുകൊണ്ടാണ് നമ്മൾ പല പിന്നെ ക്ലാസ്സുകളിലായിട്ട് ഇത് പിന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ക്രിയേഷൻ ഓഫ് ഫിസിക്കൽ ക്യാപിറ്റൽ, ഓൺ ദ ജോബ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ, ഹ്യൂമൻ ക്യാപിറ്റൽ. ഇതാണ് ലിസ്റ്റ് 1. ലിസ്റ്റ് 2 കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ലിസ്റ്റ് 2 എന്താണ്? എൻഹാൻസ് ലേബർ പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റ്സ് പ്രൈവറ്റ് ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ്സ്, ക്രിയേറ്റ് പ്രൈവറ്റ് ബെനിഫിറ്റ്, ബെറ്റർ സോഷ്യൽ സ്റ്റാൻഡിങ് ആൻഡ് പ്രൈഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുക? ക്രിയേഷൻ ഓഫ് ഫിസിക്കൽ ക്യാപിറ്റൽ, ഓൺ ദ ജോബ് ട്രെയിനിങ്, അതെന്തുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം. എഡ്യൂക്കേഷൻ, ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ആൻസറിലേക്ക് പോകും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. എ എന്ന് പറയുന്നത് 3, ക്രിയേഷൻ ഓഫ് ഫിസിക്കൽ ക്യാപിറ്റൽ, ക്രിയേറ്റ് പ്രൈവറ്റ് ബെനിഫിറ്റ്. ദെൻ B1, ബി എന്ന് പറയുന്നത് 1 ആണ്. ഓൺ ദ ജോബ് ട്രെയിനിങ്, അതെന്താണ്? എൻഹാൻസ് ലേബർ പ്രൊഡക്ടിവിറ്റി. ദെൻ C4, സി എന്ന് പറയുന്നത് 4 ആണ്. എഡ്യൂക്കേഷൻ, ബെറ്റർ സോഷ്യൽ സ്റ്റാൻഡിങ് ആൻഡ് പ്രൈഡ്. ആൻഡ് D2, ഡി എന്ന് പറയുന്നത് 2, ഹ്യൂമൻ ക്യാപിറ്റൽ, ക്രിയേറ്റ് പ്രൈവറ്റ് ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ്സ്. അത് നമ്മളങ്ങനെ കറക്റ്റ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ് എല്ലാവർക്കും അറിയാം എന്താണ്. അത് ഇതിന് വേണ്ടിയിട്ടാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. നമ്മളെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അതുപോലെ ഹ്യൂമൻ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം എന്താണ്. നമുക്കും ബെനിഫിറ്റ് ഉണ്ടാവും, സൊസൈറ്റിക്കും ബെനിഫിറ്റ് ഉണ്ടാവും അല്ലേ. ഹ്യൂമൻ ക്യാപിറ്റൽ നമ്മളൊരു എഡ്യൂക്കേഷൻ നേടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കും അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്, നമ്മുടെ സൊസൈറ്റിക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അതുപോലെ എഡ്യൂക്കേഷൻ, ബെറ്റർ സോഷ്യൽ സ്റ്റാൻഡിങ് ആൻഡ് പ്രൈഡ്. എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സമൂഹത്തിൽ നല്ല രീതിയിൽ ഒരു സ്റ്റാൻസ് കിട്ടും അല്ലേ. നമുക്ക് പിന്നെ അഭിമാനത്തോടു കൂടി നിൽക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകും. അപ്പോൾ എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. മാച്ച് ദി ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2.